All of you, welcome back our mathematics class. എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. The last class ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ the 5th chapter ട്രിഗണോമെട്രിയുടെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനുമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ. ഇതിൽ കംപ്ലീറ്റ് വരുന്നത് ടാൻ ആണ് അല്ലേ, ഏറ്റവും കൂടുതൽ ടാൻ ആണ് വരുന്നത്. അതിൽ നമുക്ക് ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിലെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, look at here the question, a 1.5 meter tall boy saw the top, a 1.5 meter tall boy saw the top of a building under construction. What is means under construction? പണിതുകൊണ്ടിരിക്കുന്ന അല്ലേ, കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ബോയ്, 1.5 മീറ്റർ ടോൾ ബോയ്, ഉയരമുള്ളൊരു കുട്ടി അതിൻ്റെ ടോപ്പ് കാണുന്നു അല്ലേ, അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി, അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു കുട്ടി, 1.5 മീറ്റർ ടോളിൽ ഉയരുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വരക്കണം? സ്ട്രൈറ്റ് വ്യൂ വരക്കണം അല്ലേ. ആൻഡ് ആ ബിൽഡിങ്ങിൻ്റെ, ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ആ കുട്ടി കാണുന്നത് അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 1.5 മീറ്റർ ആണെങ്കിൽ ഇവിടെ 1.5 മീറ്റർ ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഇതുവരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ആംഗിളും ഉണ്ട്, പക്ഷേ എന്തില്ല? ഒരു സൈഡ് അല്ലേ, ഈ സൈഡ് ഇല്ല, ഈ സൈഡും ഇല്ല, ഈ സൈഡും ഇല്ല. ഏതെങ്കിലും ഒരു സൈഡ് തന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കി കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്. എന്താ ബാക്കി കാര്യം പറഞ്ഞിട്ടുള്ളത്? ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 മീറ്റർ ഹയർ. ഈ ബിൽഡിംഗ് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷനാണെന്ന് പറഞ്ഞു അല്ലേ, അതായത് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും എന്ത് ചെയ്യുന്നു? അത് മുകളിലേക്ക് പണി ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? 10 മീറ്റർ ഹയർ, 10 മീറ്റർ കൂടി ഉയർത്തി. ആൻഡ് ദ ബോയ് സോ ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി ഫ്രം ദ സെയിം സ്പോട്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ഇവിടെ നിന്നാണ്, ഈ കുട്ടി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ അത് ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയിലാണ് കണ്ടതെന്ന് പറയാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് അല്ലേ, ഇതിൽ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതിൽ ഇവിടുന്ന് മുതൽ ഇതുവരെ 10 ഉണ്ട്, ഇവിടുന്ന് മുതൽ ഇതുവരെ 1.5 ഉണ്ട്. പിന്നെ ഈ സെൻറ്ററത്തെ പോർഷൻ കണ്ടുപിടിച്ചാൽ മതി. എപ്പോഴും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ആംഗിൾ 60 ആണ്, അതിൽ വേറൊരു ആംഗിൾ കൂടി തന്നത് 30 ആണ്. എന്നാൽ ആ ആംഗിളിൻ്റെ ഹാഫ് അല്ലേ വന്നത് അല്ലേ. അപ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പ്രത്യേകത നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എഴുതി വെക്കാം. നമുക്ക് ആദ്യം എല്ലാ ആംഗിൾസും ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ 30 ആണല്ലോ അല്ലേ. ഈ ഒരു ചെറിയ പോർഷൻ എന്ന് പറയുന്നത് 30 ആണ്. ഇവിടെ 90 ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60 വരും ഉറപ്പല്ലേ. 60, 30, 90 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് 60 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? 120 ആണ്. ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെയുള്ള ഈ ഇത് കംപ്ലീറ്റ് 60, ഇത് 30 ആണ്. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ. 60യുടെ ഹാഫ് ആണല്ലോ 30. അപ്പോൾ ആ പ്രത്യേകതയിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 120 കിട്ടി. ഇനിയോ ഇത് ടോട്ടൽ എത്രയാണ്? 60 ആണ്. ഇത് ടോട്ടൽ 60, ഇവിടെ എത്രയാണ്? 90. അപ്പോൾ ഈ ആംഗിൾ എത്ര? കാരണം ഈ വലിയത് എടുത്ത് നോക്കുകയാണെങ്കിൽ കൺസിഡർ ദ വലിയ റൈറ്റ് ട്രയാങ്കിൾ, ദ ബിഗസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. സോ ഇത് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്, ഇവിടെ 90 ആണ്. അപ്പോൾ ഇതെന്താ വരിക? 30 ആണ് വരിക. ഇത് 30 അല്ലേ. ഇനി നോക്ക്, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 120 ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ആംഗിൾ എത്ര വരിക? ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരിക? ഇവിടെ 120, 30 എന്ന് പറഞ്ഞാൽ 120 + 30 എന്ന് പറഞ്ഞാൽ 150 അല്ലേ. ബാക്കി എത്ര ഉണ്ടാവുക? 30 ഉണ്ടാവുക 180. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 30 വരും. ഈ ആംഗിൾ 30 ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ 2 ആംഗിൾ 30 ആണ്. ഈ 2 ആംഗിൾ 30 ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം അത് ഐസോസിലസ് ട്രയാങ്കിൾ. ഈ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള അല്ലേ. ഇപ്പോൾ ഈ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ഇത്, ഈ 30യുടെ ഓപ്പോസിറ്റ് ഇത്, അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? 10 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ.
ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞൂടെ 90യുടെ ഓപ്പോസിറ്റ് 30 ആണ്. സോറി, നോട്ട് 30, 10 അല്ലേ? 90യുടെ ഓപ്പോസിറ്റ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ വരിക? 5 അല്ലേ? 30യുടെ ഓപ്പോസിറ്റ് എത്ര വരിക? 5 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ആൻസർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിത്രം വരച്ച് ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഓപ്പോസിറ്റ് ഓഫ് 90 ഡിഗ്രി ഈക്വൽ ടു 10 മീറ്റർ. Therefore, opposite of 30 degree is equal to 5 meter. So, height of the building ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ മതി. Equal to 10 plus 5 plus 1.5 equal to 16.5 meter. ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആംഗിളൊക്കെ ഒന്നുമില്ല. ഈ ആംഗിൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കാരണം, അതായത് ഇങ്ങനെ എഴുതി നോക്കാൻ കാരണം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എക്സും വൈ ഒക്കെ എക്സൊക്കെ എച്ചൊക്കെ കൊടുത്തിട്ട് ചെയ്തു അല്ലേ? ബട്ട് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 1 ആംഗിൾ എന്ന് പറയുന്നത് 60, അടുത്ത ആംഗിൾ പറഞ്ഞത് 30 ആണ്. അപ്പോൾ ഈ 60 30 തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഹാഫ് അല്ലേ? അപ്പോൾ ഇതിലെന്തോ ഒരു എന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആംഗിളൊക്കെ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐസോസിലിസ് കിട്ടി. ഐസോസിലിസിൻ്റെ പ്രത്യേകത എന്താ? 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇത് 10. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൃത്തിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, fifth question, a 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meter away at an elevation of 60 degrees. A 1.75 meter tall man, 1.75 meter ഉയരമുള്ള ഒരാൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ, ഒരു ടവറിൻ്റെ അടിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അല്ല, ശരിക്കും നമ്മളൊരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ അടിയിൽ ഒരു ആൾ നിൽക്കുന്നുണ്ട്. 1.75 സെപ്പറേറ്റ് വരക്കണ്ട, അവിടെ തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ടവറിൻ്റെ അവിടെ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സീസ് ദ ടോപ്പ് ഓഫ് എ ഹില്ല്. ഈ സീസ് ദ ടോപ്പ് ഓഫ് ദ ഹില്ല് 40 മീറ്റർ അവേ. 40 മീറ്റർ അവേ, 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആളെ വരച്ച് കഴിഞ്ഞാൽ എന്ത് വരക്കണം എന്ന് പറഞ്ഞാൽ അയാളെ സ്ട്രൈറ്റ് വ്യൂ വരക്കണം എന്ന് പറഞ്ഞു അല്ലേ? നേരെയുള്ള സ്ട്രൈറ്റ് വ്യൂ. ഇപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ 40. ഇനി എന്താ പറഞ്ഞത്? സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ 40 മീറ്റർ അവേ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടത് എത്രയാണെന്ന് പറഞ്ഞത്? അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. 60 ഡിഗ്രിയിലാണ് ഇത് കണ്ടത്. ഓക്കെ, ഞാൻ തൽക്കാലം അവിടെ വെച്ച് നിർത്തി. ഇതാ ഇത്രയാണ് പറഞ്ഞത്, അവിടെ വെച്ച് നിർത്തി. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? റൈറ്റ് ട്രയാങ്കിളാണ്. ഒരാംഗിൾ ഉണ്ട്. ഒരാംഗിൾ ഉണ്ട്. ഒരു സൈഡ് ഉണ്ടാവും. ഒരു സൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ സൈഡ് ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചൂടെ? ടോട്ടല് കുട്ടിയുടെ ഉയരം 1.75 മീറ്റർ ആണ്. അപ്പം ഇനി കംപ്ലീറ്റ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഹില്ല് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുതൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഇയാൾ ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുത്തു. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 60 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരിക? 30 ആണ് വരിക. 30യുടെ ഓപ്പോസിറ്റ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്താ വരിക? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അല്ലേ? ഓപ്പോസിറ്റ് ഓഫ് 60 ഡിഗ്രി ഈക്വൽ ടു 40√3 ഈക്വൽ ടു വാല്യൂ നമ്മൾ കൊടുക്കണം. 40 × 1.73 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 0 ഇട്ട് കൊടുക്കുക. 4 × 3 എന്ന് പറഞ്ഞാൽ 12, then 1. 4 × 7
28 1 9 29 അല്ലേ. 29 2 ഉണ്ടാവും. 4 × 1 4 + 2 എന്ന് പറയുമ്പോൾ 6 69. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പറാണ്, അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 69.20 മീറ്റർ. ഇതാണ് ഓപ്പോസിറ്റ് ഓഫ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് ഓഫ് ദ ഹില്ല് ഈക്വൽ ടു 69.20 പ്ലസ് 1.75 70.95 എന്ന് പറയും അല്ലേ. 70.95 എന്ന് പറയും. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഹില്ല് കിട്ടിയത്. നമ്മൾ ചോദ്യം കംപ്ലീറ്റ് റീഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ? ഹൈറ്റ് ഓഫ് ദ ഹില്ല് കിട്ടി അല്ലേ. ഇനി എന്താ ബാക്കി പറയുന്നത്? നിങ്ങൾ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചെക്ക് ചെയ്യണം. ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ആ ടവറിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ കുട്ടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടി വരച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂ വരക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി സ്ട്രൈറ്റ് ഇങ്ങനെ നോക്കുക. ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 50 ഡിഗ്രി. ഇവിടുന്ന് കുട്ടി അതിൻ്റെ മുകളിൽ കണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 50 ഡിഗ്രിയിൽ. നമ്മുടെ കുന്നിൻ്റെ മുകൾ ഭാഗം കണ്ടത്. കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹില്ല്. ടവറിൻ്റെ ഹൈറ്റും കാണുന്ന ഹില്ലിൻ്റെ ഇത് നമ്മളിപ്പോൾ കണ്ടു അല്ലേ. ഇനി ടവറിൻ്റെ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ടവർ എന്ന് പറയുന്നത്? നമ്മുടെ ടവർ എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളതാണ് നമ്മുടെ ടവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത്, ബാക്കി അതിൻ്റെ മുകളിൽ കുട്ടി നിൽക്കുന്നതല്ലേ. അപ്പോൾ രണ്ടാൾ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ടവർ എടുക്കാം. ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ടവറായിട്ട് എടുക്കുക. അപ്പോൾ അതിന് ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഒരു സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ BC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ BC കണ്ടുപിടിച്ചാൽ അതന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ BC എങ്ങനെ കണ്ടുപിടിക്കുക? AB-യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? AC മൈനസ് ചെയ്താൽ മതി. AB-യിൽ നിന്ന് AB ഇവിടെ അറിയാമല്ലോ. ഇതാ AB എന്ന് പറയുന്നത് 69.20 ആണ്. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടും, BC കിട്ടും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇത് 40 ആണെങ്കിൽ ഇവിടെ എന്താ 40 അല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ 15ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. ഇത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഏതാ നമ്മൾ ഉപയോഗിക്കുക? ടാൻ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ടാൻ 50 എന്ന് ചെയ്യും ഈക്വൽ ടു ഓപ്പോസിറ്റ് AC ഡിവൈഡഡ് ബൈ 40. സോ AC ഈക്വൽ ടു 40 ഇൻറ്റു ടാൻ 50 ഈക്വൽ ടു 40 ഇൻറ്റു ടാൻ 50യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.19 ആണ്. 1.19 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു. 4 × 9 എന്ന് പറഞ്ഞാൽ 36 അല്ലേ. 6 ബാക്കി 3 ഉണ്ട്. 4 × 1 4 അല്ലേ. 4 × 1 4 7 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ 7. 4 × 1 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, പോയിന്റ് ഇട്ട് കൊടുക്കണ്ടേ. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത 47.60 എന്ന് പറയുന്നതാണ് നമ്മുടെ AC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ AB-യിൽ നിന്ന് AC മൈനസ് ചെയ്യണം. ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു AB മൈനസ് AC. ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് കേട്ടോ. AB എന്ന് പറയുന്നത് അവിടെ 69.20 മൈനസ് AC ദാറ്റ് ഈസ് 47.60 എന്ന് പറയും. ഇത് മൈനസ് ചെയ്ത് നോക്കുക, 20 സംതിങ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ ആണല്ലോ. അത്രയും ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. ഓക്കെ, then അടുത്ത ചോദ്യം 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 122-ലെ 6th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ. ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. ഇത് 6th ചാപ്റ്റർ. നെയിം ഓഫ് ദ ചാപ്റ്റർ ഇസ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ്സ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിൻ്റെ ബാക്കിയാണ് 9th ചാപ്റ്റർ എന്ന് പറയുന്നത്, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇവിടെ എന്താണ് കോർഡിനേറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ,
ഇവിടെ നമ്മൾ ഗ്രാഫൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ എന്താ പറയുക, ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിനെ പറയാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർഡിനേറ്റ്സ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു എക്സ് ആക്സിസ് വരക്കും അല്ലേ? എന്താണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതിന് നമ്മൾ എന്താ പറയുക, എക്സ് ആക്സിസ് എന്ന് പറയും. ദെൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ കുത്തനൊരു വരയുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, വൈ ആക്സിസ് എന്ന് പറയും അല്ലേ? എക്സ് ആക്സിസും വൈ ആക്സിസും ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ ഈ കൂട്ടിമുട്ടി ഈ പോയിന്റ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിൻ എന്നാ പറയുക. എന്താ പറയുക, ഇറ്റ്സ് കോൾഡ് ദ ഒറിജിൻ. വാട്ട് ഈസ് ദാറ്റ്, ഒറിജിൻ. ക്ലിയർ ആയോ? ഒറിജിൻ ട്ടാ. ഒറിജിൻ എന്ന് പറയുന്നത് 0 ആണ് വരിക. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ 1, ഇവിടുന്ന് 2 അല്ലേ, ഒക്കെ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ കേട്ടോ. 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 3 ആൻഡ് 4 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, -1 -2 -3 എക്സെട്ര. മുകളിലോട്ട് ആണെങ്കിൽ 1 2 3 4 എക്സെട്ര. താഴേക്ക് -1, ഇത് വൈ ആണ് കേട്ടോ. ഇങ്ങനെയുള്ളത് വൈ, ഇങ്ങനെയുള്ളത് എക്സ്. എക്സ് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് കുറയുന്നു അല്ലേ? സെൻറ്ററിൽ 0 ആണ്. ദെൻ മുകളിലോട്ട് പോകുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു. മുകളിലോട്ട് പോകുമ്പോൾ ആര് ഇൻക്രീസ് ചെയ്യും, വൈ ഇൻക്രീസ് ചെയ്യും. അടിയിലേക്ക് പോകുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യും, കുറയും അല്ലേ? ദെൻ -1 -2 -3 ആൻഡ് -4 എക്സെട്ര. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാനൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പോയിന്റ് ഇട്ടു. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണം. ഈ പോയിന്റിൻ്റെ എന്തെഴുതണം, കോർഡിനേറ്റ്സ് എഴുതണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ്, ഇങ്ങനെ ബ്രാക്കറ്റിലാണ് ഇടുക. ഓർഡേർഡ് പെയർ എന്നാ പറയാം, ഓർഡേർഡ് പെയർ. ഓക്കെ, ആദ്യം തന്നെ ഇപ്പം ഞാൻ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് പറയാണ്. ആദ്യം തന്നെ ഞാൻ താഴേക്ക് ഇങ്ങനെ വരച്ചു. തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നേരെ താഴേക്ക് വരക്കുക. തന്നെ ഇവിടുന്ന് ഒറിജിനിലേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. കിട്ടിയാ? ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ്, 1 അല്ലേ? 0 നിന്ന് 1 അല്ലേ? അത് ആദ്യം എഴുതുക, കോമ ഇടുക. പിന്നെ മുകൾക്ക് എത്രയാണ് നോക്കുക, മുകൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ് 1 അല്ലേ? അത് എഴുതുക. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, 1 1 ആണ്. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, 1 1 ആണ്. എങ്കിൽ ഏതേക്കാരം 2 3 എന്ന് പറയുന്നത്, 2 3 എന്ന് പറയുന്നത് എന്തേക്കാരം, ശരിച്ചോളട്ടോ, ഏതാണ്? എനിക്ക് 2 3 എന്ന് പറയുന്നത് ഇതിൽ മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മൾ ആദ്യം ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ വിളിച്ചിട്ട് ഈ ഒറിജിനിൽ ഇങ്ങനെ പോയി നിൽക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് പോകാൻ എങ്ങോട്ടാ പോകേണ്ടത്, 2 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇത് എക്സും ഇത് വൈയും ആണ് കേട്ടോ. ഇത് എക്സ് കോർഡിനേറ്റും ഇതെന്താണ്, വൈ കോർഡിനേറ്റും ആണ് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് വരിക. ആദ്യം ഉള്ളത് ആരാ, എക്സ്. അപ്പോൾ 2 3ക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ 2ക്ക് പോകണ്ട. എക്സിൽ എവിടെ 2, അതാവുന്നു കണ്ടോ. ഓക്കെ, ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് നേരെ 3 ആരാ, വൈ അല്ലേ? വൈയിൽ 3 എവിടെയാണ്, മുകൾക്ക് അല്ലേ? ഓക്കെ, അവിടെ എത്തി. അവിടെ നിന്നോളി. അതാണ് ആര് എന്ന് പറയുന്നത്, 2 3 എന്ന് പറയുന്നത്. കിട്ടിയാ? ഈ പോയിന്റ് കേട്ടോ, ഇതൊന്നുമില്ല. ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, 2 3 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 2 ഏതാ, 3 2. അപ്പോൾ ഫസ്റ്റ് 3 എന്നാ പറഞ്ഞത് അല്ലേ? ഫസ്റ്റ് 3 എന്നാ പറഞ്ഞത്. 3 എക്സിലാണല്ലോ. അപ്പോൾ ഒറിജിനിൽ നിന്ന് നേരെ 3ക്ക് പോയി, എന്നിട്ട് 2ക്ക് ഉണ്ടോ. ഇവിടെ ഇതാ ഇതിന് നേരെ വന്ന് 2 അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, 3 2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് -3 -2 ഇത് അടയാളപ്പെടുത്തണം. -3 -2 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമുള്ളത് എക്സ് ആണ് അല്ലേ? ആദ്യമുള്ളത് എക്സ് ആണ്, ഒരു മാറ്റമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ആദ്യമുള്ളത് എക്സ് ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് -3ക്ക് വരണം. ഒറിജിനിൽ നിന്ന് -3 എന്ന എക്സ് അല്ലേ? എക്സിന് -3 ഇവിടെ. ഇനി എവിടേക്ക് പോകണം, വൈ -2ക്ക് പോകണം. അപ്പോൾ നേരെ -2 ഇതാ ഇവിടെ. കിട്ടിയോ? ഈ പോയിന്റാണ് എന്തെന്ന് പറയുന്നത്, -3 -2 എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇത് അടയാളപ്പെടുത്താൻ, ഇങ്ങനെ അടയാളപ്പെടുത്താൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനൊരു ചോദ്യം തരികയാണ്. മാർക്ക് ദ പോയിന്റ്സ് 1 2 3 4 2 6. അപ്പോൾ മാർക്ക് ദ പോയിന്റ്സ് 1 2 and 3 4 അല്ലേ? 1 2 3 4
ആൻഡ് 2 6 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ആക്സിസ്, ദെൻ വൈ ആക്സിസ്. എക്സിൽ ഏതൊക്കെയുള്ളത്? 1 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട് അല്ലേ? അപ്പോൾ എക്സിൽ 1ഉം 2ഉം 3ഉം മാത്രം മതി. അപ്പോൾ 1 2 3 ഓക്കെ. വേണമെങ്കിൽ 4 കൂടി അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് -1 -2 -3. ഇനി വൈയിൽ ഏതൊക്കെയുള്ളത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ 6 വരെ വേണം അല്ലേ വൈയിൽ? അപ്പോൾ 1 2 3 4 5 6 വരെ ഉണ്ട് അല്ലേ? then ഇവിടുന്ന് ഇങ്ങോട്ട് -1 -2 -3 ആൻഡ് -4 എക്സെട്ര. ഫസ്റ്റ് പോയിന്റ് 1 2 1 2 എന്ന് എങ്ങനെ മാർക്ക് ചെയ്ത്? നമ്മൾ ഒറിജിൻ അല്ലേ? ഒറിജിന് 1 2 ഇവിടെ. ഇതാണ് 1 2. അടുത്ത 3 4. അപ്പോൾ ആദ്യം 3ക്ക് പോകണല്ലേ? ഇവിടുന്ന് നേരെ 3ക്ക് വണ്ടി വിളിച്ച് പോയി, ദെൻ 3ന്ന് 4ക്ക് വണ്ടി വിളിച്ച് വന്നു. ഓക്കെ ഇവിടെ. അപ്പോൾ 3 4. അടുത്തത് 2 6. അപ്പോൾ നേരെ 2ക്ക് വണ്ടി വിളിച്ച് വന്നു, 6ലേക്ക് പോയി. ഇവിടെ അല്ലേ 6ലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആ 3 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രൂപമാണ് കിട്ടുക? 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ ട്രയാങ്കിളാണ് കിട്ടുക അല്ലേ? 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് 4 പോയിൻറ്റ്സ് ആണ് ജോയിൻ ചെയ്താൽ ക്വാഡ്രിലാറ്ററൽ വരും. ചിലപ്പോൾ അത് സ്ക്വയറൊക്കെ ആവാൻ പറ്റും. കിട്ടിയോ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഗ്രാഫ് അടയാളപ്പെടുത്തിയിട്ട് ഈ ചോദ്യം എഴുതിയിട്ട് ഇത് വരക്കണം കേട്ടോ, മറക്കരുത്. ഇതൊരു ചോദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. ഇൻ ദ ഫിഗർ ABC is a triangle. Find the coordinates of A, B, C. ഇതാണ് ചിത്രം കേട്ടോ. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് റഫായിട്ട് വരച്ചു വെക്കുക. ഇവിടെ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് വിചാരിക്കും. ബിയുടെ കോർഡിനേറ്റ്സ് എന്താ വരിക? ബി ഇതിവിടെ നമ്മുടെ ഒറിജിൻ. ഇവിടെ നിങ്ങൾ നേരെ എത്രയാണ് വരുന്നത്? ഇവിടെ നിങ്ങൾ നേരെ എക്സിൽ എത്രയാണ് വരുന്നത്? ഇവിടെ 1 ഉണ്ട്, 1 കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതിയാണ്. അപ്പോൾ 1.5 ആണ് എക്സിൽ വരുന്നത്, കോമ. ദെൻ ഈ പോയിന്റ് എവിടെയാണുള്ളത്? ഈ എക്സിലാണുള്ളത് അല്ലേ? എക്സിൽ മുകൾക്ക് പോയിട്ടുണ്ടോ? ഇല്ല. മുകൾക്ക് പോയിക്കണോ? ഇല്ല. മുകൾക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? 1.5, 0. ഇനി എയുടെ കോർഡിനേറ്റ്സ് എന്താ? നമുക്കറിയാം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് അല്ലേ? അപ്പോൾ -1.5, മുകൾക്ക് പോയിക്കണോ? വൈ ഉണ്ടോ? ഇല്ല. വൈ 0 ആണ് അല്ലേ? ഓക്കെ. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എന്താ വരിക? സി എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് നേരെ മുകൾക്കുള്ളതിന് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണുള്ളത്? ഇത് വൈ ആണ് അല്ലേ? വൈ ആക്സിസിലാണുള്ളത്. വൈ ആക്സിസിലാണെങ്കിൽ അവിടെ എന്തില്ല? എക്സ് ഇല്ല. അപ്പോൾ എങ്ങനെ എഴുതുക? 0, ഇത് എത്രയാണ്? 4. 0,4 എന്നാണ് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. എക്സ് ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് 1 2 3 4 -1 -2 -3 എക്സെട്ര ഇങ്ങനെ വന്നു. ഈ പോയിന്റ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 അല്ലേ? അപ്പോൾ 1, 0 ഇല്ലാത്ത മുകൾക്ക് ആ പോയിന്റ് ഇല്ലല്ലോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. കിട്ടിയ? പക്ഷേ ഇത് ഓൺ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിലാണെങ്കിൽ 1 0. അപ്പോൾ ഇതെന്താ വരിക? ഇവിടെ ആണെങ്കിലോ 2 0. ഇവിടെ ആണെങ്കിൽ എന്താ വരിക? 3 0 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ എന്താ വരിക? 4 0 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ എന്താ വരിക? -1 0. ആൻഡ് ഹിയർ ദാറ്റ് ഈസ് -1 -2 0 എക്സെട്ര എന്ന് വരും. ക്ലിയർ? ഓക്കെ. ദെൻ വൈയിലാണെങ്കിലോ ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. In x-axis, the y coordinates are 0. In x-axis y coordinates 0 ആണ്. കണ്ടോ?
ഇനി എക്സ് വൈ ആക്സിൽ ഇപ്പോൾ വൈ ആക്സിസ് എന്ന് പറയുന്നതാണ്. ഇവിടെ ഇതുപോലെ തന്നെ 1 2 3 4 -1 -2 -3 -4. അപ്പോൾ വൈ ആക്സിസത്തെ പോയിന്റ് ആണെങ്കിലോ ശരിക്കും പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ആക്സിസിലുള്ള പോയിന്റ് ഇതെന്താ പറയുക, 1 0 എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ കഴിയില്ല. കാരണം ആദ്യം പറയേണ്ടത് എക്സ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, എക്സിലില്ലല്ലോ അല്ലേ? അപ്പോൾ 0 1, ഇത് 0 2 ആണ്. വൈ ആക്സിസ് ആണെങ്കിലാണ് കേട്ടോ 0 3 0 4, ഇവിടെ 0 -1 0 -2 0 -3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇതാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഫൈൻഡ് ദ ഫോളോവിങ് the y coordinates of any point on the x-axis. The y coordinates of any point on the x-axis. ഈ എക്സ് നിങ്ങൾ ഇത് എഴുതുക, എന്നിട്ട് ഇങ്ങനെ ചെറിയ ചിത്രം വരച്ച് വെച്ചുകൊണ്ട് ഈ എക്സ് ആക്സിസിലുള്ള വൈ കോർഡിനേറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. അതിലുള്ള ഓരോ പോയിന്റ് നമ്മൾ എഴുതി ഇങ്ങനെ. ആ കോർഡിനേറ്റ്സിൻ്റെ ഇതെന്താ വരുന്നത്, സോറി, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 0 എന്ന് വരും അല്ലേ? ഇവിടെ 1 0, ഇത് 2 0, ഇവിടെ 3 0, ഇത് -1 0 -2 0 എക്സെട്ര എന്നാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇത് എക്സ് ആക്സിസ് അല്ലേ? അതിലുള്ള പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ദ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്. The x coordinates of any point on the y axis എന്ന് പറയുന്നത് 0 ആയിരിക്കും. The coordinates of the origin, ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് രണ്ടും 0 ആയിരിക്കും. എന്താ വരിക? രണ്ടും 0 ആണ് വരിക. നെക്സ്റ്റ്, the y coordinates of any point on the line through 0 1 parallel to the x axis. The y coordinates of any point on the line through parallel 0 1 parallel to x axis. അപ്പോൾ ചിത്രം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് ഒരു വര വരക്കണം. അപ്പോൾ 0 1 പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലായിട്ട് 0 1 പാസ് ചെയ്യുന്ന മറ്റു പോയിന്റ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് വരിക? 0 1 കഴിഞ്ഞാൽ 1 1 ആയിരിക്കും അല്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 1 മുകൾക്ക് 1. അടുത്തത് എന്താ വരിക? 2 1. അടുത്തത് 3 1 എക്സെട്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? The y coordinates of any point on the line through 0 1, 0 1 കടന്നു പോകുന്ന ലൈനിൻ്റെ y കോർഡിനേറ്റ്സ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്തത് എക്സ് കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഓഫ് ലെഫ്റ്റ് ഇന്റർസെക്ഷൻ ലൈൻ ത്രൂ 1 0 പാരലൽ ടു ദ y ആക്സിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 1 തന്നെ ആയിരിക്കും വരിക. കിട്ടിയോ? ഇത്രയും വൃത്തിയായിട്ട്